ബീഡ്സ് വെച്ചിട്ടുള്ളൊരു നെക്ക് ഡിസൈനാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേൾ ബീഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഷുഗർ ബീഡ്സ്, പിന്നെ നമുക്ക് ഗോൾഡൻ ബീഡ്സ്. ഷുഗർ ബീഡ്സും ഗോൾഡൻ കളറാണ്. പിന്നെ ഇതുപോലത്തെ ചെറിയ സ്റ്റോണ്. അപ്പോൾ ഞാൻ ഗ്രീൻ കളറിലുള്ളൊരു സിൽക്ക് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സ്റ്റോണും ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ്. പിന്നെ നമുക്ക് ഈ സ്റ്റോൺ ഒട്ടിക്കാനായിട്ടുള്ള ഫാബ്രിക് ഗ്ലൂവും കൂടെ വേണം. പിന്നെ തുന്നി കൊടുക്കാനുള്ള സൂചി നൂലും കൂടെ. അപ്പോൾ ഞാൻ നെക്കൊന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ചുറ്റിലുമായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഷുഗർ ബീഡ്സും ഗോൾഡൻ ബീഡ്സും വെച്ചിട്ട് നെക്കിനൊരു ഔട്ട്ലൈൻ കൊടുക്കണം. അതിനുശേഷം ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് പല കളറിലുള്ള ബീഡ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ആദ്യം ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ട് തുന്നി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്ക് സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഗോൾഡൻ ബീഡ്സ് തുന്നിക്കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഷുഗർ ബീഡ്സും ഇതേ രീതിയിൽ തന്നെ തുന്നി കൊടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് അടുത്തത് പേൾ ബീഡ്സ് ഇങ്ങനെ ഓരോ ഭാഗത്തായിട്ട് തുന്നി കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഓരോ പോയിൻറ്റ്സിലും പേൾ ബീഡ്സ് തുന്നിയിട്ട് അതിന് ചുറ്റും ഷുഗർ ബീഡ്സ് കൊണ്ട് ഒരു റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ ഇഞ്ച് ഗ്യാപ്പിലാണ് ഞാൻ ഈ ഓരോ പേൾ ബീഡ്സും തുന്നിയിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് മുഴുവനായിട്ട് ചെയ്തു കൊടുക്കണം. മുഴുവൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഡിസൈനാണിത്. അപ്പോൾ ഇതൊരു പാർട്ടി വെയറൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
ഇതിൻ്റെ ഇടയിൽ കാണുന്ന ആ ഒരു ഗ്യാപ്പിൽ ഞാൻ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോൺ ഒട്ടിക്കുന്നതിന് പകരം അയൺ ചെയ്ത് കൊടുത്താലും മതിയാവും. പക്ഷേ നമ്മൾ ഈ ബീഡ്സിൻ്റെ ഇടയിൽ ഇപ്പോൾ അയൺ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ഒട്ടിക്കുന്നത് തന്നെയാവും നല്ലത്.